അപ്പോൾ ഞാൻ ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലിരിക്കുന്ന ഈ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 പേരാണ് ചോദിച്ചിട്ടുണ്ടായത്. അവർക്കുള്ള വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ ഗൈസ്. അതിനായിട്ട് നമ്മൾ ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കണം കേട്ടോ ഗൈസ്. എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക. ഇനി നമുക്ക് ഫെവിക്രിലിൻ്റെ ഗ്ലാസ് കളർ എടുക്കാം. ഇതിന് 80 സംതിങ് എങ്ങാണ്ടുള്ളൂ കേട്ടോ ഗൈസ്. 6 കളർ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് ഇതിൻ്റെ തന്നെ ഇതുണ്ട് ഔട്ട്ലൈനർ. ഇത് വെച്ചാണ് നമ്മളിത് സെറ്റാക്കുന്നത്. ഈ ഒരു 6 കളേഴ്സാണ് ഉള്ളത്. ഉള്ളിൽ തന്നെ അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഗൈസ്. ഇനി ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ സാധനം ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ പേരാണ് കേട്ടോ ഗൈസ് ഔട്ട്ലൈനർ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്യാപ്പ് ഉണ്ട്. അത് ഇട്ടതിനാലാണ് നല്ല നൈസായിട്ട് വരാം. അല്ലെങ്കിൽ സാധാ ട്യൂബ് പെയിൻ ഉണ്ടല്ലോ അതേപോലെ തന്നെ ആയിരിക്കണം. ക്യാപ്പ് നമ്മൾ മാറ്റിയതിന് ശേഷം വേണം ആ ഒരു റൗണ്ട് വരയ്ക്കാനായിട്ട്. ഇനി നമ്മൾ ഗ്ലാസ് ബോട്ടിലിൽ റൗണ്ട് വരയ്ക്കാനായിട്ട് പോവാണ്. സാധാരണ നമുക്ക് മെഹന്തിയൊക്കെ പിടിക്കണം മാതിരി പിടിച്ചിട്ട് വരയ്ക്കാൻ ഭയങ്കര ഈസിയാണ്. ചെറിയ റൗണ്ട് വലിയ റൗണ്ട് അങ്ങനെ മിക്സ് ആയിട്ട് വരയ്ക്കുക. ഇടവിൽ ഗ്യാപ്പുള്ള സ്ഥലത്ത് നിങ്ങൾ കുറച്ച് കുത്തിട്ട് കൊടുത്താൽ മതി. നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഇനി എനിക്കിത് ഏകദേശം ഉണങ്ങാനായിട്ട് എടുത്തത് 1.5 മണിക്കൂറാണ് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ നല്ല രീതിക്ക് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ആ പെട്ടിയിൽ 6 കളേഴ്സ് ഉണ്ടാവും കേട്ടോ ഗൈസ്. ഞാൻ വൈറ്റ് എക്സ്ട്രാ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. വെറുതെ വാങ്ങിച്ചതാണ്. ഇതിന് 25 രൂപയാണ്. ബ്ലാക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ബ്ലാക്ക് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. വൈറ്റ് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിതിലേക്ക് എങ്ങനെയാണ് കളർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആ മൂടി ഊരി എന്നിട്ട് കുറച്ച് കളേഴ്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് നിങ്ങൾ കട്ടിയിൽ തന്നെ വേണം ഈ സർക്കിളായിട്ട് വരയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡ് ഇങ്ങനെ ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഓരോന്ന് ഇട്ടതിന് ശേഷം ഒരു ഭാഗം ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം അടുത്ത സൈഡ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒലിച്ചിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഓരോ കളേഴ്സായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്ത് നമ്മൾ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് വെക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് അധിക സമയം തന്നെ ഉണങ്ങാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉണങ്ങാനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക്. എന്നിട്ട് നിങ്ങൾ റിബൺ കെട്ടുക. റിബൺ ഞാനിവിടെ ഒരു ജൂട്ട് ത്രെഡ് വെച്ചാണ് കെട്ടി കൊടുക്കുന്നത്. റെഡ് അതാകുമ്പോൾ ഒന്ന് എടുത്തെറിയും. അങ്ങനെ അതിൽ വെള്ളം ഒഴിച്ച് നമ്മുടെ മണി പ്ലാന്റ് കൂടി സെറ്റായി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടിട്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇത് എൻ്റെ റൂമിൽ വെക്കാമെന്ന് വിചാരിച്ചാണ് സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ ഗൈസ്. അതിനെൻ്റെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കാണിച്ചു തരാം. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ തന്നെ വരെ ബൈ.